ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ കുറച്ചേട്ടയായിട്ട് ഞാൻ ഒരു അറബിക് റെസ്റ്റോറന്റ് അഡിക്റ്റ് ആയിരിക്കുകയാണ്. റെസ്റ്റോറന്റിൽ ചെന്നാൽ ഈ ചെയർ ചോദിച്ച് മേടിച്ചോളും ഹെദർ. ഇനി നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് നോക്കാം. ഇതിൽ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ബാംബു ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞത്. എന്നാലപ്പോൾ അത് ട്രൈ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. ബാംബു ബിരിയാണിയിൽ മാത്രം ഒതുക്കിയില്ല, അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് കൂടി ഓർഡർ ചെയ്തു. ഫസ്റ്റ് വന്നത് ഈ രണ്ട് ഐറ്റംസ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ച സൂപ്പ് എന്താന്ന് വിചാരിച്ചേ, പക്ഷെ അത് നല്ല കുഴിമന്തിയുടെ ഗ്രേവിയാണത്. ഈ അറബിക് മന്തിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതായതുകൊണ്ട് എനിക്ക് അറബിക് മന്തികളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള ഐറ്റം ആയിരുന്നു. പിന്നെ അവിടെ കിഡ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെനു ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഓർഡർ ചെയ്യാൻ അത്രയും സ്പൈസി ആവില്ല എന്ന്. പക്ഷെ വന്നപ്പോൾ ശരിക്കും ഈ കുഴിമന്തിയുടെ റൈസ് ആയിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. കിഡ്സിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ. അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഐറ്റം വന്നു നമ്മുടെ ബാംബു ബിരിയാണി. ബാംബുവിൽ കൊടുന്നിട്ട് അയാൾ ഇങ്ങനെ തട്ടുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചിക്കനും അതിൻ്റെ കൂടെ മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സത്യം പറയുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. റൈസ് മഞ്ഞൾപ്പൊടിയിലിട്ട് വേവിച്ച ആ ഒരു ഫീലിംഗ് മാത്രം എനിക്ക് തോന്നിയത്. ഭയങ്കര അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്കെന്ത് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ ഇച്ചായന് ഇത് നല്ല അങ്ങോട്ട് ഇഷ്ടമായിട്ടാ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ അറബിക് മന്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും പോരാന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് അറബിക് ടീ ആണ്. ഷുഗർ ഇല്ലാതെയാണ് കഴിച്ചത്. പക്ഷെ നല്ല ചൂട്ടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ പുഡിങ് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടുതൽ ഡെസേർട്ടാണ് കുറച്ചും കൂടിയും നല്ല ഐറ്റംസ്. എല്ലാം കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് കുനാഫ ഓർഡർ ചെയ്തു. എൻ്റെ അമ്മോ, ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റാണ്. ഓ, ന്യൂട്ടെല്ലയുടെ ചോക്ലേറ്റ് ആയിരുന്നു, രക്ഷയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ജപ്പാനീസ് തീംഡ് പാർക്ക് കാണാൻ വേണ്ടി പോയി. അതിനടുത്തുള്ള ഒരു മുസ്ലിം പള്ളിയാണത്. സൺഡേ ആയതുകൊണ്ട് കുറേ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ കഴിച്ചതിനൊക്കെ ഒരു വാമപ്പായിട്ട് കുറച്ചു നേരം ഗാർഡനിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ചു നേരം നടന്നു. പിന്നെ എവിടെ പോയാലും തീറ്റയാണല്ലോ പ്രധാനം. അതുകൊണ്ട് ഭക്ഷണം പുറത്ത് വന്നിരിക്കുകയാണ്. തരാണെങ്കിൽ കഴിക്കാം.